സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടൊരു സ്തുതി കൊടുത്ത നല്ലൊരു സ്തുതി കൊടുത്ത് എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചിലരുടെ സങ്കടങ്ങൾ നിങ്ങളോട് പറയാം. അതിലൊരു ചെറുപ്പക്കാരൻ അവൻ്റെ സങ്കടമാണ്. ഇവനിപ്പോൾ പള്ളിയിൽ പോകാറില്ല, ഇവൻ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ താല്പര്യമില്ല, വളരെ ഭാരപ്പെട്ട് വീടിൻ്റെ അകത്തിരിക്കുന്നു. ഞാൻ ഇവനെ അപ്രകാരം അവൻ്റെ ഇരിപ്പിൽ വിഷമിച്ച് അവൻ്റെ മാതാപിതാക്കൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവനോട് സംസാരിക്കുന്നത്. അപ്പോൾ അവൻ്റെ സങ്കടമാണ് നമ്മുടെ വിഷയം. അവൻ്റെ സങ്കടം, അവൻ വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് നാളുകളായി, 1-2 3-4 മാസങ്ങളായിട്ട് അവൻ അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടില്ല, പക്ഷെ കാര്യം നടന്നിട്ടുമില്ല. അപ്പം അങ്ങനെ വിഷമിച്ച് അവൻ വീട്ടിലിരിക്കുകയാണ്. ഇപ്പം ഇവൻ പള്ളിയിൽ പോകാത്തതിൻ്റെ കാരണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തതിൻ്റെ കാരണം നാട്ടുകാരുടെ ചോദ്യമാണ്. ഒന്നും ആയില്ലേ, കുറേ നാളായില്ല നടക്കുന്നു, എപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, ജോലിയൊന്നും ഇല്ലേ, പഠിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലേ. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെയുള്ള ചോദ്യം കേട്ട് ഇവൻ മടുത്തു. ഇവൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവനോട് ഒരു ചായക്കടയിൽ ഇരുന്നൊരു ചേട്ടൻ, എന്നാൽ പിന്നെ ഇവൻ ചായ കുടിക്കാമെന്ന് ഓർത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ചായക്കടയിൽ ഇരുന്ന് ചേട്ടൻ ചോദിച്ചു, മോന് TVS-ലാണോ ജോലി? എവിടെയാണ് ജോലി? TVS. അപ്പോൾ ഇവൻ ചോദിച്ചു, TVS-ലോ? അതെ, മോനെ പലവട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, TVS-ൽ ജോലി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. TVS എന്ന് പറഞ്ഞാൽ T തെക്ക്, V വടക്ക് സർവീസ്, തെക്ക് വടക്ക് സർവീസ്. അല്ല മോനെ എപ്പോഴും ഇങ്ങനെ ഈ തെക്ക് വടക്ക് നടക്കുന്ന കാണുന്നുണ്ടല്ലോ, TVS-ലാണോ ജോലി? ഇവിടെ TVS-കാർ ഇരിപ്പുണ്ടാവും. അപ്പം ഇവൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇവൻ്റെ പ്രശ്നം ഈ ചോദ്യം കേട്ട് മടുത്തു. ഇവൻ പറയും, എന്തൊരു നാട്ടുകാരാണ്, ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഒരു മര്യാദ വേണ്ടേ? പള്ളി പോയി കഴിഞ്ഞാൽ നാട്ടുകാർ ഉടനെ ചോദ്യം തുടങ്ങും. ചായക്കട പോയാൽ TVS-ലാണ് ജോലി എന്ന് തോന്നും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയില്ല. ഇത് ഒരു ചെറുപ്പക്കാരൻ്റെ സങ്കടം. മറ്റൊരു പെൺകുട്ടിയുടെ സങ്കടം പറയാം. കല്യാണപ്രായമായി, പല കല്യാണങ്ങൾ ആലോചിച്ചു, ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട് പെണ്ണിന്. ഈ പെൺകുട്ടി പറയൂ, അച്ഛാ എനിക്കൊരാളുടെ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമല്ല. കാരണം ആരോടെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ചോദ്യം, കല്യാണമൊന്നും ആയില്ലേ, കുറേ നാളായല്ലോ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, ഒന്നും ആയില്ലല്ലേ, ഇനി വേറെ വല്ല ബന്ധങ്ങളുണ്ടോ, വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? നാട്ടുകാരുടെ ചോദ്യമാണ്. എൻ്റെ അച്ഛാ എന്തോരം ചോദ്യമാണ്. വീട്ടുകാരുടെ കൂട്ടത്തിലെങ്ങും ഞാൻ പോകത്തില്ല എന്ന് മാത്രമല്ല, ബന്ധുക്കളുടെ വീടുകളിലൊന്നും പോകുന്നില്ല. മൊത്തം നിരാശയാണ്, മൊത്തം സങ്കടാച്ച, മൊത്തം ഒരു ഭാരപ്പെട്ടിരിക്കുകയാണ്, വല്ലാത്തൊരു ഡാർക്ക് അടിച്ചിരിക്കുകയാണ്. എന്തോരം ചോദ്യങ്ങളാണ്, ഒരു സമാധാനം കിട്ടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ചിലരുടെ ഉള്ളിലും സമാനമായ ചില അനുഭവങ്ങൾ ഉണ്ടാവും. നാട്ടുകാരുടെ ചോദ്യം, ഒന്നും ആയില്ലേ, ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്, ഇതെന്തായി അല്ലേ? ഇപ്പോൾ വിദേശത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ 2 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. വിദേശത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിറ്റേ ദിവസം കണ്ടുമുട്ടി, നിങ്ങളുടെ ഒരു സുഹൃത്തോ ആരെങ്കിലും ഒരാൾ. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം, 2 ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താ? എനിക്കൊന്നും ഇല്ലേന്ന്. അത് തന്നെ കറക്റ്റ്. ആദ്യത്തെ ചോദ്യം അതാ, എനിക്കൊന്നും ഇല്ലേ, വന്നതല്ലേ, എനിക്കൊന്നും ഇല്ലേ, ഒന്നും കൊണ്ടുവന്നില്ല എനിക്ക്. രണ്ടാമത്തെ ചോദ്യം, ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും തന്നെന്ന് വിചാരിച്ചു, ഒരു സ്പ്രേ കൊടുത്ത് ആശ്വസിപ്പിച്ചു, അപ്പോൾ അടുത്ത ചോദ്യം, സ്പ്രേ കിട്ടി, അടുത്ത ചോദ്യം, ഇനി എന്നാ പോകണത്? ഇത്രയേ ഉള്ളൂ.
ഇതാണ് 2 ചോദ്യം. വിദേശത്ത് നിന്ന് വലിയ കാര്യമായിട്ട് നാട്ടിൽ നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടി വന്നതാണ്. ഈ വിദേശത്തുള്ളവർ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകത കണ്ടിട്ടില്ലേ? ഈ വിദേശത്തിരിക്കുന്നവർ ഈ റീൽസിൽ നമ്മുടെ നാട്ടിലുള്ള ചായക്കടകളും വെള്ളച്ചാട്ടങ്ങളും മരത്തിൻ്റെ ചുവടും ഇതെല്ലാം കണ്ട് അവരുടെ വിചാരം നാട്ടിൽ വന്ന് ഇതെല്ലാം കാണണം. ഈ വലിയ ആഗ്രഹത്തോടു കൂടെ വരികയാണ്. ഇത്ര നാൾ നമ്മുടെ വീടിനപ്പുറത്തുള്ള ചായക്കടയ്ക്കൊക്കെ ഇത്രയും പ്രചാരം ഉണ്ടെന്ന് അവർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? എന്തെല്ലാം കടകളാണ്, വാസുവേട്ടൻ്റെ കട, രഘുവേട്ടൻ്റെ കട, അഭിരാമിയുടെ കട, അല്ല, ഇഷ്ടം പോലെ കടകൾ. അയ്യോ, ഇത്രയും വലിയ കടകളൊക്കെ നമുക്ക് ചുറ്റും ഒട്ടത്തുണ്ടായിരുന്നു നമ്മളിപ്പോഴറിയുന്നത്. പക്ഷെ വിദേശത്തുനിന്നുള്ളവർ വന്നിട്ട് പറയും, ദേ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ടല്ലോ. അപ്പോൾ ഈ ആഗ്രഹങ്ങളോടുകൂടി അവർ വരുമ്പോഴാണ് നമ്മുടെ ചോദ്യം. ഏത് ചോദ്യം? എനിക്കൊന്നും ഇല്ലേ? അവനോടെ കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്. എനിക്കൊന്നും ഇല്ലേ? നീ എന്നെ മറന്നല്ലേ? ആ, നീ എന്നെ മറന്നു, ഇപ്പോൾ ഒന്നും ഇല്ലല്ലേ? അടുത്ത ചോദ്യം, ഇനി എന്നാ പോകുന്നത്? ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതാവസ്ഥ വ്യത്യസ്തം. ഓരോരുത്തരുടെയും ജീവിതാവസ്ഥ വ്യത്യസ്തം. നിങ്ങളുടെ ജീവിതത്തിൽ സമാനമായ ഏതെങ്കിലും ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ തന്നെ വല്ലാണ്ട് ഭാരപ്പെട്ട ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ചോദ്യങ്ങളാൽ നിങ്ങൾ വലയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്നൊരു സന്ദേശവചനം നൽകുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 27. 14 അധ്യായം 27 തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേട്ടോ എന്താ പറഞ്ഞേ? നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ. ആമേൻ. ഇതാരോടാ ഇത് പറയുന്നത്? പറഞ്ഞ ഇതാരോടാ ഈ പറയുന്നത്? ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ഹൃദയത്തിങ്കിലോട്ട് സ്വീകരിച്ചോണം. എൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഞാൻ ഭയപ്പെടുകയും വേണ്ട. ആമേൻ. 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 ഏതെങ്കിലും വിഷയത്തിൽ ഹൃദയത്തിൽ ഭാരം, നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ, വീട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള കാര്യം, ഇത് ഹൃദയത്തിൽ ഭാരമായി സ്വസ്ഥതയില്ല, വീടിനുള്ളിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചോളൂ, നിന്നോടാണ് കർത്താവ് പറയുന്നത്. നിന്നോടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട. പറഞ്ഞുകൊടു, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഇപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ പറയുക കേട്ടോ. അതിൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിനൊന്നും മനസ്സിലാവുന്നില്ല, അത് വിഷമിക്കണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ അതിനോട് പറയണം. പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പറയണം, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവവചനം വെറുതെ പറഞ്ഞു വെക്കുകയല്ല. ഇതൊരു തിയറി ആയിട്ട് അത് ശരി, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട പറഞ്ഞു. പക്ഷെ ഇത് എങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു? ഇത് നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ ആയില്ലേ? നമ്മളോട് തന്നെ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ ആയില്ലേ? ഇത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു? 14 അധ്യായം 1 തിരുവചനം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോംവർക്ക് പോലെ നൽകുന്നൊരു കാര്യം, സമയമെടുത്ത് ഇന്ന് നിങ്ങൾ 14 അധ്യായം, എത്ര വചനങ്ങളുണ്ടെന്നറിയാവോ? 14 അധ്യായം മൊത്തം നമ്മുടെ മുമ്പിൽ 31 വചനങ്ങളാണുള്ളത്. ഇന്ന് ജോൺ ചാപ്റ്റർ 14 31 വേർഡ്സ്. സമയം കിട്ടുന്നതനുസരിച്ച് ശാന്തമായിട്ടിരുന്ന് വായിക്കണം. ഈ 14 അധ്യായം ഇങ്ങനെ ഹൃദയത്തിൽ ഭാരം, ഏതെങ്കിലും തരത്തിൽ ഭാരമുള്ളവർ വായിച്ചിരിക്കേണ്ട, ധ്യാനിച്ചിരിക്കേണ്ട വചനഭാഗങ്ങളാണ് 14 അധ്യായം മുഴുവൻ. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളൂ, ഈ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയം വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു ആശയമായി, അതൊരു തിയറിയായിട്ട് നിൽക്കുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം, പറയാൻ എളുപ്പമാണ്, തിയറി വായിക്കാൻ എളുപ്പമാണ്, ബട്ട് ഹൗ? എൻ്റെ ജീവിതത്തിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്.
തിയറി പഠിച്ചാൽ നെക്സ്റ്റ് സ്റ്റേജ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്ങനെ അപ്ലൈ ചെയ്യും? 14-ാം അധ്യായം 1-ാം തിരുവചനം വായിക്കൂ. 14:1. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. എൻ്റെ കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞാലോ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അതിനുശേഷം ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ അതാരെയാ? യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ദൈവവിശ്വാസമുണ്ട്. ദൈവം സർവശക്തനാണ്. ഒട്ടുമുക്കാലും ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം സർവശക്തനാണ്, ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ്, ദൈവം എല്ലായിടത്തുമുണ്ട്. വിശ്വസിക്കുന്നവരാണ് നമ്മുടെ വീട്ടിലുള്ളവരും നമ്മളെല്ലാവരും തന്നെ. പക്ഷേ ഈ പറഞ്ഞ കാര്യം നമ്മൾ വിശ്വസിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ലല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു ചെറുപ്പക്കാരൻ, അവൻ 2-3 മാസം കൂടുമ്പോൾ വേളാങ്കണ്ണിക്ക് പോയിട്ട് പ്രാർത്ഥിക്കും. വേളാങ്കണ്ണി അവൻ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. വേളാങ്കണ്ണി പോയി പ്രാർത്ഥിക്കും. ദൈവം സർവശക്തനാണെന്ന് അവൻ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ, അവൻ പള്ളിയിൽ പോകുന്നില്ല, കുർബാനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, മൊത്തം താളം കെറ്റി കിടക്കുന്നു. കാരണമുണ്ട്. പക്ഷെ അവൻ വേളാങ്കണ്ണിക്ക് പോകുന്നു. അവനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പള്ളിയിൽ, ഇടവക പള്ളി, കുർബാന, പരിശുദ്ധ കുർബാന, കുംഭസാരം, അതൊന്നുമില്ല. പക്ഷെ എവിടെ പോകുന്നു? വേളാങ്കണ്ണിക്ക് പോകുന്നു. സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ കാര്യം, അച്ചോ, എൻ്റെ ജീവിതം എല്ലാം താളം തെറ്റിയൊരവസ്ഥയിലാണ്. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ കല്യാണം കഴിച്ചു, പക്ഷേ അത് തകർന്ന് തരിപ്പണമായി. അപ്പം ഞാൻ അവനോട് സംസാരിച്ച അവസരത്തിൽ ഞാൻ ചോദിച്ചു, ഇനി മറ്റൊരു ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല എൻ്റെ അച്ഛാ, ഇല്ല. ഇനി എനിക്കൊരു ഒരു സ്ത്രീയെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അനുഭവം ഇതാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ വിശ്വസിച്ച ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ പ്രവേശിച്ച എൻ്റെ വിവാഹ ജീവിതത്തിൽ എന്നെ അവൾ പറ്റിച്ചു. ഇപ്പം എൻ്റെ പ്രശ്നം അച്ഛാ, ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ആ പെണ്ണ് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതി എന്നാണ് അർത്ഥം. അതുകൊണ്ട് എനിക്കൊരാളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വല്ലാണ്ട് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഈ ദൈവം എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ? അച്ഛാ, ഞാൻ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നവനാ. ഇപ്പം ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഞായറാഴ്ച ഒന്നും പോകുന്നില്ല, വീട്ടിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പള്ളിയിലൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ദൈവമുണ്ടെന്ന് പറയുന്നു, ഹൃദയം അസ്വസ്ഥമാകേണ്ടെന്ന് പറയുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് ഇതാണ്. ഈ തകർച്ചയാണ്, ദുഃഖമാണ്. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ചോദ്യം ഇതാണ്. അപ്പൊ വചനം നമ്മുടെ മുമ്പിൽ എന്താ പറയുന്നത്? നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അത് കഴിഞ്ഞിട്ടുള്ള വാക്കെന്താ? എന്നിലും വിശ്വസിക്കുവിൻ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നിന്നിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അതുക്കും മേലാണ്. ദൈവമുണ്ട്, സർവശക്തൻ, സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്ന് വെറുതെ പരത്തി പറയുന്നതല്ല, മറിച്ച് ഒരു വ്യക്തി നിന്റെ മുമ്പിൽ നിൽക്കുവാണ്. ആരാണ് ആ വ്യക്തി? യേശു. നിന്റെ മുമ്പിൽ ഈ പറഞ്ഞ യാഥാർത്ഥ്യമായിട്ട് നിന്റെ മുമ്പിൽ ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്. ആ വ്യക്തിയുടെ പേരാണ് യേശു. ഈ യേശുവിനോട് നീ ബന്ധം സ്ഥാപിക്കുന്നതനുസരിച്ച് നിന്റെ പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. അല്ലാതെ ദൈവം ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മറിച്ച് ആ ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ വചനത്തിലൂടെ നൽകപ്പെട്ട യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി, ഹീസ് എ പേഴ്സൺ. ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മളെപ്പോലെ ജീവിച്ച യേശു, ആ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഈ ഹൃദയഭാരം മാറ്റും. സ്വർദ്ദിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മീയ സീക്രട്ടാണ്.
ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറയുന്നതിനുള്ള ഉത്തരം, എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി നീ മനസ്സിലാക്കുന്നതനുസരിച്ച് നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിന്റെ മുമ്പിൽ തെളിഞ്ഞു വരും. ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നുള്ള കാര്യത്തിനുള്ള ഉത്തരം നിനക്ക് ലഭിക്കും. സ്വർദ്ദിപ്ര ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മളോടൊരു കാര്യം പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷകൻ, നമുക്കറിയാവുന്ന വചനമാണ്, വായിക്കാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയാ. ഈശോ ഈ ഭൂമിയിൽ വന്നത് നമുക്ക് ഹൃദയഭാരം മാറ്റുന്നതിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫ്, നിത്യജീവനെ കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്താനാണ്. നിത്യജീവൻ വാക്ക് പറഞ്ഞേ, നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്നതുമായി പശ്ചാത്തലത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പ് ഈ ലോകത്തിന്റെ കാര്യങ്ങളല്ല, ഇതിനും അപ്പുറമുള്ള നിത്യമായ ഒരു ജീവിതത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈശോ ഈ ഭൂമിയിൽ നമുക്ക് വെച്ചു നീട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഭാരം വരുത്തുന്ന, അസ്വസ്ഥ വരുത്തുന്ന കാര്യങ്ങൾ ഒട്ടുമുക്കാലും ഈ ലോകത്തോട് ചേർന്നുള്ള കാര്യങ്ങളല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയഭാരം ഉണ്ടാക്കുന്ന വിഷയം അതേതാണ്? ഏതാ വിഷയം? ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. നിന്റെ ഹൃദയത്തിൽ ഭാരമുണ്ടാക്കുന്ന വിഷയം അതെന്താണ്? എന്താണ്? ഒട്ടുമുക്കാലും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ഈ ലോകത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ലോകം നിങ്ങൾക്ക് സമ്മാനിച്ച കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ നിങ്ങൾ നേടിയെടുത്ത കുറെ കാര്യങ്ങളാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് നിന്റെ ഹൃദയത്തിന്റെ ഭാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേരളത്തില് അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ പള്ളി പണിതു. ആ പള്ളി പണിയുന്നതിന് വേണ്ടി മുൻപിൽ നിന്ന ചേട്ടൻ, പള്ളി പണിയുന്നതിന് വേണ്ടി മുമ്പിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടൊരു ചേട്ടൻ. ഈ ചേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഭാരപ്പെട്ട് വീടിൻ്റെ അകത്തിരിക്കുവാണ്. കാരണം പള്ളി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പൊതുയോഗത്തിൽ കണക്ക് വായന വന്നപ്പോൾ ചിലർ ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ തിരിമറി നടത്തിയെന്ന് ആരൊക്കെയോ ആരോപിച്ചു. ഈ ആരോപണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭാരമായിട്ട് മാറി. ഇത്രയും നാൾ ഞാൻ നടന്ന് ഈ പള്ളി പണിയുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവസാനം എനിക്ക് കിട്ടിയ കൂലി കണ്ടില്ലേ? ഇയാള് വീടിൻ്റെ അകത്ത് അടച്ചിരിക്കുകയാണ്. മാനസികമായ ഭാരം. ഇദ്ദേഹത്തിൻ്റെ ഭാരത്തിൻ്റെ കാരണം എന്താണെന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ചേ. കാരണം നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും നാൾ ഇയാൾക്കൊരു പേരുണ്ടായിരുന്നു. നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും നാൾ എന്തുണ്ടായിരുന്നു? ഒരു പേരുണ്ടായിരുന്നു. ആ പേര് പോയല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാണ് വീടിൻ്റെ അകത്തിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ പേര് ആര് കൊടുത്തതാ? ഈ പേര് ഇയാൾ ജനിച്ചപ്പോൾ തന്നെ ഈ പേരോടുകൂടെ വന്നതാണോ? അല്ലെന്ന്. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നാട്ടുകാരിൽ നിന്ന്, ചുറ്റുവട്ടത്തു നിന്ന് കിട്ടിയതാണ് ഒരു നല്ല പേര്. ആ പേരാണ് ഇപ്പോൾ പോയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുത്തൊരു കാര്യം കയ്യിൽ നഷ്ടപ്പെട്ടെന്ന്. നമ്മുടെ സങ്കടം നമ്മൾ നേടിയെടുത്തൊരു കാര്യം പോയല്ലോ എന്നുള്ള സങ്കടം. ഈ ഭൂമിയിലെ ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി മാർക്ക് കുറഞ്ഞു പോയി, പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പത്രത്തിൽ വന്ന വാർത്ത. നിങ്ങൾ ചിന്തിച്ചേ, എന്തുകൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു? പരീക്ഷയിൽ തോറ്റതുകൊണ്ടാണോ? തോറ്റതുകൊണ്ടാണെന്നാണ് നമ്മുടെ ഒരു ചിന്ത. പരീക്ഷയിൽ തോറ്റ കാര്യം ഉൾക്കൊള്ളാൻ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പര്യാപ്തമല്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഞാൻ തോറ്റല്ലോ എന്നുള്ള ചിന്ത, തോൽവി എന്നുള്ള ചിന്ത അത് ഭരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ തോറ്റല്ലോ, ഇനി വീട്ടുകാരെന്ത് കരുതും, നാട്ടുകാരെന്ത് കരുതും, കൂട്ടുകാരെന്ത് കരുതും, തോറ്റവളല്ലേ എന്ന് ചോദിക്കുമല്ലോ എന്നുള്ള ചിന്ത. ഈ ചിന്ത ഉള്ളിലാണ് കിടക്കുന്നത്. ഈ ചിന്ത ഉള്ളിൽ കിടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ അത് ഭാരമായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ നിനക്ക് നൽകുന്ന ചില സർട്ടിഫിക്കറ്റുകൾ, മറ്റുള്ളവർ പറയുന്ന ചില വാക്കുകൾ, മറ്റുള്ളവർ നിനക്ക് വെച്ച് നീട്ടിയ ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭാരം. ഇവിടെയാണ് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്നതെന്നറിയാവോ? യേശു നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് എന്ത് ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല. നിവർന്നിരുന്നേ, ഇത് മനസ്സിലാക്കിയിട്ട് ഇരുന്നുറങ്ങിക്കോ. ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാന്നറിയാമോ? ഈശോ ഈ ഭൂമിയിൽ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് പണമുണ്ടോ എന്ന് നോക്കിയിട്ടാണോ? നിനക്ക് കുടുംബ പാരമ്പര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണോ? നിന്റെ കഴിവ് കണ്ടിട്ടാണോ? ആണോ? പിന്നെ എന്നാ കണ്ടിട്ടാ? മനുഷ്യര് നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? മനുഷ്യര് നമ്മളെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? നിനക്ക് കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ കഴിവിൽ അംഗീകാരം പോലെ കുറെ പേര് നിന്റെ കൂടെ വരും. നിനക്ക് അധികാരമുണ്ടോ? എന്ത് സംഭവിക്കും? അധികാരം ഉണ്ടെങ്കിൽ നിന്റെ കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ടാവും. ഇല്ലേ? ഉണ്ടാകുമല്ലോ. ഇത്രയും നാൾ അധികാരം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുൻ മുഖ്യമന്ത്രിക്ക് അധികാരം പോയപ്പോഴത്തേക്ക് വേറെ സർക്കാർ, VD സതീശൻ സർക്കാർ അധികാരത്തിൽ കയറി. ഇപ്പൊ എന്ത് പറ്റി? ഇത്രയും നാളും ഉണ്ടായിരുന്നവർ പുറകോട്ട് പോയിട്ട് വേറെ ഗ്രൂപ്പ് രംഗത്ത് വന്നപ്പോഴത്തേക്ക് അധികാരമുള്ളവരുടെ കൂട്ടത്തിൽ ബാക്കിയുള്ളവരും കൂടെ കൂടും. സ്വാഭാവികം. നിനക്ക് എന്തുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നാട്ടുകാരെ നിന്നെ സ്നേഹിക്കുന്നത്, വീട്ടുകാരെ സ്നേഹിക്കുന്നതും. നിനക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, നിനക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ നിന്റെ കൂടെ കൈയടിക്കാനും പാട്ടുപാടാനും ആളുകളൊക്കെ വന്നോളും. നീ വീട്ടിലങ്ങോട്ട് മാറിയിരിക്കട്ടെ, കയ്യിലെ പൈസ എല്ലാം തീർന്ന് നിന്നെ ഒന്നിനും കൊള്ളാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആര് വരും നിന്നെ നോക്കി? ആരും വരത്തില്ല. ഏത് കാര്യവും നിങ്ങൾ ചിന്തിച്ചോ. നിനക്കെന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നാട്ടുകാരും വീട്ടുകാരൊക്കെ പുറകെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്നേഹത്തിനൊരു അളവുകോലുണ്ട്. ആ അളവുകോൽ എന്ന് പറയുന്നത് നിന്നിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ളതാണ്. നിന്നിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാവണുണ്ടോ? ഇത് കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ സങ്കടപ്പെടും. ഇത് കിട്ടാതെ വരുമ്പോൾ അവർ നിന്നെ ചോദ്യം ചെയ്യും. ഇത് കിട്ടാതെ വരുമ്പോൾ നിന്നെ കൊണ്ട് എന്ത് ഗുണം? ഈ വിദേശത്തൊക്കെ ധ്യാനത്തിന് ചെല്ലുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അച്ഛാ, നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഉപദേശിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെയൊക്കെ ഫോൺ വിളിക്കും വീട്ടുകാർ. ഈ ഫോൺ വിളിക്കുമ്പോൾ മിക്കവാറും ഫോൺ വിളിയിൽ വരുന്ന ആദ്യത്തെ 3-4 കാര്യങ്ങൾ, നീ ഭക്ഷണം കഴിച്ചോ, നിനക്ക് ഉറക്കമുണ്ടോ? ഇതൊന്നുമല്ല. എന്നാന്നറിയോ? എടാ, ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ട്. എടാ, ദേ അഡ്മിഷന്റെ പൈസ കൊടുക്കേണ്ട സമയമായി. എടാ, വീട് പണി തീർന്നിട്ടില്ല. അച്ഛൻ, ഞങ്ങളൊരു മനുഷ്യരല്ലേ? ഈ ഫോൺ വിളി മുഴുവൻ ഇതിനു വേണ്ടി മാത്രം. എന്നാ പിന്നെ ഒന്ന് സ്നേഹത്തോടുകൂടെ, എടാ നീ ഭക്ഷണം കഴിച്ചോ, എടാ നിനക്ക് ഉറക്കമുണ്ടോ, എങ്ങനെയുണ്ട് അവിടുത്തെ ഇസ്രായേൽ-ഇറാൻ യുദ്ധം, ഇതൊന്നും ചോദിക്കുകയില്ല. ചോദിക്കുന്നത് മുഴുവൻ ഏതാ? ലോൺ അടച്ചോ, നീ ഇത്തവണ അവധിക്ക് വന്നില്ലേലും കുഴപ്പമില്ല, ആ ടിക്കറ്റിന്റെ പൈസ കൊണ്ട് നമുക്ക് ആ വീടിന്റെ പുറകുവശത്ത് അത് പണിയാം. ഇവൻ ചിന്തിച്ചിരിക്കുന്ന നാട്ടിൽ വന്നിട്ട് സന്തോഷത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പോഴാണ് വീട്ടിൽ നിന്ന് അങ്ങോട്ടൊരു മെസ്സേജ്, എന്ത്? വന്നില്ലേലും കുഴപ്പമില്ല കേട്ടോ, നീ ഇപ്പോൾ വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ അത്യാവശ്യം ഒന്നുമില്ല, നീ വന്നില്ലേലും കുഴപ്പമില്ല, നമുക്ക് വീടിൻ്റെ പുറകെ അത് കിട്ടണം, ആ ടിക്കറ്റിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്കത് പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ അവസ്ഥ എന്താ? ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ വിദേശത്തുള്ളവർ പണം തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ എന്ത് മാറ്റും? നിങ്ങളുടെ അടവ് മാറ്റും, നിങ്ങളുടെ രീതികൾ മാറ്റും.
സംസാര ശൈലി മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ മിക്കവാറും സ്നേഹബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ മർമ്മം അവിടെയാണ്. ഇത് വിവാഹ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയേ. വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് ഇയാളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഇതല്ല ചിന്ത. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇയാളിൽ നിന്ന് എനിക്ക് എന്ത് മെച്ചം, എനിക്ക് എന്ത് കിട്ടും. കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും, ഭാരപ്പെടാൻ തുടങ്ങും. എന്നാൽ ഇവിടെയാണ് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി നിനക്ക് നൽകുന്ന ഏറ്റവും വലുത്. നിനക്ക് എന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചല്ല ഈശോ നിന്നെ സ്നേഹിക്കുന്നത്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈശോ സ്നേഹിക്കുന്നത്. നീ എന്ന് പറയുന്ന ഒരു വ്യക്തി, കുറവുകളുള്ള, പോരായ്മകളുള്ള നിന്നെയാണ് ഈശോ സ്നേഹിക്കുന്നത്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്നെയാണ് ഈശോ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രത്യേകത? നീ നാളെ രോഗിയാണെങ്കിലും ഈശോയുടെ സ്നേഹത്തിന് കുറവുണ്ടാവുമോ? നിനക്ക് അധികാരം പോയാലും നിന്നോട് ഈശോയ്ക്ക് സ്നേഹത്തിന് കുറവുണ്ടാവുമോ? ഇല്ലെന്ന്. നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ നഷ്ടങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയതും നമ്മളായിട്ട് നേടിയെടുത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഈശോ ഇവിടെയാണ് പറയുന്നത്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എടാ, ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ തീർന്നു പോകുന്ന കാര്യങ്ങൾ. നീ ഇതിനെ ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെ മുന്നോട്ട് നീങ്ങും? നീ ഇതിനെ ഓർത്തുകൊണ്ടിരിക്കരുത്. നിന്റെ ഹൃദയം അസ്വസ്ഥമാകരുത്. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിന്റെ സന്തോഷം നിന്റെ അവകാശമാണ്. ഇത് ശ്രദ്ധിച്ചു പഠിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിത വഴികളിൽ മറ്റുള്ളവർ അങ്ങനെയാണ്, അത് കാരണം എനിക്ക് ഉറക്കമില്ല, അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് കാരണം ഉറക്കമില്ല, അയ്യോ അങ്ങനെ സംഭവിച്ചു എനിക്ക് ഉറക്കമില്ല, ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കണം. നിന്റെ ഹൃദയത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്താൻ നീ അനുവദിക്കരുത്. ഹല്ലേലൂയ. അത് അറ്റ് എനി കോസ്റ്റ് ഒരിക്കലും സമ്മതിക്കരുത്. നിന്റെ സന്തോഷം, നിന്റെ സ്വസ്ഥത അത് നിന്റെ അവകാശമാണ്. ഇറ്റ് ഈസ് യുവർ റൈറ്റ്. ഹല്ലേലൂയ. നിനക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് മറ്റുള്ളവർ നിനക്ക് നൽകുന്ന ഔദാര്യമല്ല. അതെന്നും ഓർത്തിരിക്കണം. പലപ്പോഴും നമ്മുടെ സങ്കടം, അയ്യോ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ അതങ്ങനെ സംഭവിച്ചു, അയ്യോ ഇതും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വസ്ഥത കിട്ടുമോ? കിട്ടില്ല. നിന്റെ സ്വസ്ഥത നിന്റെ അവകാശമാണ്. ഇത് വളരെ പേഴ്സണലാണ്. വ്യക്തിപരമായി ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അംഗീകരിക്കേണ്ട കാര്യമാണ്. ഈശോ ഈ 14-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.